ലാസ്റ്റ് നമ്മൾ ഈ ഒരു അതായത് ജൂൺ 13 ആകുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ മൊഡ്യൂൾ 1 ഈ ഒരു ഫോർമുല പ്രകാരം നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായി പറ്റും. വെൽക്കം യു ഓൾ ടു എൻട്രിയ. ഐ എം കാവ്യ. അപ്പൊ CDPO വിമൻ കാറ്റഗറീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് CDPO എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും നമുക്കൊരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ബേസിക് ആയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കാത്തത് അല്ലെ. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മള് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ CDPOയുടെ ഏരിയയിലേക്ക് നമ്മളൊന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗസറ്റഡ് ഡേറ്റ് 35/2026 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 ആണ്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോസ്റ്റിംഗ് നടക്കുന്നത് അല്ലെ. CDPO വിമൻ കാറ്റഗറിക്ക് മാത്രം എഴുതാൻ സാധിക്കുന്ന ICDS പോലെ ഇപ്പൊ ICDSന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ CDPOയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നല്ല സ്കെയിൽ ഓഫ് പേയോട് കൂടി തന്നെയാണ് ഈ ഒരു CDPO എക്സാം എന്ന് പറയുന്നത്. 50,200 മുതൽ 1,05,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അതേപോലെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അവർ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്കുള്ളൊരു ടെൻഷൻ ആയിരിക്കാം 4 എണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ 1 എണ്ണേ ഉള്ളൂ, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യണോന്ന്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത്രേ വേക്കൻസി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകുമ്പോൾ വേക്കൻസീസ് കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് 1 ഉള്ളൂ 2 ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 25 മുതൽ 45 വയസ്സിന്റെ ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായി പറ്റുന്നത്. ആൻഡ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹോം സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി ഓർ സൈക്കോളജി ആണ്. അതേപോലെ ഇതിന്റെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് റിക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏത് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? CDPO എക്സാമിന് അപ്ലൈ ചെയ്യാനായി പറ്റും. ഞാൻ വീണ്ടും പറയാണ്, ഇത് ഫീമെയിൽ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഫീമെയിൽ മാത്രമല്ല, മാസ്റ്റർ ഡിഗ്രി ഇൻ ഹോം സയൻസ് സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് ഉള്ളവർക്കുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് വേണ്ടത് അല്ലെ. അപ്പം എൻട്രി ഇന്നിവിടെ ഒരു 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ജൂൺ 6 മുതലാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? പഠിക്കാനും റിവിഷനും മോക്ക് ടെസ്റ്റുകളും എല്ലാം തന്നെ ഇൻബിൽറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കൃത്യമായി തന്നെ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ജൂൺ 6 ഒരു 2 മണിക്കൂറാണ് നമ്മൾ സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഡെഫിനീഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏത് ടോപ്പിക് നമ്മൾ പഠിച്ചാലും വളരെ ഡീറ്റെയിൽ ആയി ആ കോൺസെപ്റ്റ്സ് ക്ലാരിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ സപ്പോസ് നിങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് മാത്രമാണ് അന്ന് പഠിക്കാനുള്ളത്. സോ ടോപ്പിക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതുമായി റിലേറ്റ് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻസ് എന്തെല്ലാം ഉണ്ടോ, ഇപ്പൊ എൻട്രിയിലാണ് ഞങ്ങൾ സാധാരണ അതുമായി റിലേറ്റ് ചെയ്യുന്ന A to Z MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളും പഠിക്കുന്ന സമയത്ത് A to Z ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജൂൺ 7 കടന്നാൽ അവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻസിലേക്ക് കയറുകയാണ്.
ഞാൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് 2 മണിക്കൂർ നേരം വെച്ചാണ്. കാരണം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എന്തായാലും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ലേണിംഗ് അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ടോപ്പിക്സ് എല്ലാം കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ മാർക്സ് അതും റിലേറ്റഡ് ആയിട്ടുള്ള MCQസുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജൂൺ 8-ന് മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് എമിലി ഡർഖീം പഠിക്കുക, റിലേറ്റ് ചെയ്യുന്ന MCQs പഠിച്ചു വെക്കുക. ജൂൺ 9-ന് മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് മാക്സ് വെബർ പഠിക്കുക. അപ്പം ഇതേപോലെ ജൂൺ 10-ന് നമ്മൾ ഇട്ടിട്ടുണ്ട് ജോർജ് സിമലിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജൂൺ 11-ന് സോഷ്യോളജി ഇൻ ദ 20th century പഠിക്കുക. ജൂൺ 12-ന് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. ഇതൊന്നും വെറുതെ പഠിച്ചു പോവുകയല്ല. ടോപ്പിക്സ് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് MCQs പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനായി ശ്രമിക്കുക. ജൂൺ 13-ലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇന്ററാക്ഷനിസ്റ്റ് ആൻഡ് ഫിനോമിനോളജിക്കൽ സ്കൂൾസിന്റെ കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു അതായത് ജൂൺ 13 ആകുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ മൊഡ്യൂൾ 1 ഈ ഒരു ഫോർമുല പ്രകാരം നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായി പറ്റും. അതേപോലെ ജൂൺ 14 നമുക്ക് പിന്നെ ഒരു എക്സ്ട്രാ ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ 13th ഫിനിഷ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ 14th കൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇട്ട് തന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ സോഷ്യോളജിയിലെ ക്രിട്ടിക്കൽ തിയറി ഓഫ് ഹേബർമാസ്, ഇന്ററാക്റ്റീവ് തിയറീസ്, പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് സ്ട്രക്ചറൽ തിയറി. അത് ഞാൻ ഇവിടെ ജൂൺ 16, 17 എന്ന് പറഞ്ഞ് എക്സ്ട്രാ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്പീഡ് അനുസരിച്ച് വേണമെങ്കിൽ ജൂൺ 13th ഉള്ളിൽ തന്നെ അത് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി 15, 16 and 17 വരെയും ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ജൂൺ 19 മുതൽ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയി ജൂൺ 18 നിങ്ങൾ റിവിഷൻ ആണ് ചെയ്യേണ്ടത്. ജൂൺ 19 കണ്ടോ, റിവിഷൻ പ്ലാനോട് കൂടി നമ്മളിവിടെ ആദ്യത്തെ മൊഡ്യൂൾ ജൂൺ 17 തീർക്കുന്നു. അതിനുശേഷം ജൂൺ 18 റിവിഷൻ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 ഫുള്ള് നിങ്ങൾ റിവിഷൻ ചെയ്യുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തവണ റിവിഷൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മൈൻഡിൽ ഇത് സ്റ്റോർഡ് അപ്പ് ആകുന്നത്. അപ്പൊ എത്ര തവണ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായി സാധിക്കുമോ അത്രത്തോളം നല്ലതാണ്. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതേപോലെ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും നിർബന്ധമായിട്ട് നിങ്ങൾ മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. എവിടെയാണോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടായിരിക്കുക, എവിടെയാണോ നിങ്ങൾക്ക് ഇറർ വരുന്നത് അത് എഴുതി വെക്കുക. നമ്മുടെ മൈൻഡിനൊരു ടെൻഡൻസി ഉണ്ട്, അതായത് നമ്മൾ തെറ്റിച്ച കാര്യം പിന്നെയും പിന്നെയും തെറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി. സോ അതിനെ നമ്മൾ ഒന്ന് റിസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ തെറ്റിയ കാര്യം എഴുതി വെച്ച് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, അത് വായിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിന്റെയും വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് സൈക്കോളജിയുടേതുണ്ട്. വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഹോം സയൻസിന്റെ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പ്ലാറ്റ്ഫോം സ്കീംസിന്റെ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയാണ് നിങ്ങൾ വേണ്ടത്, അത് ഒക്ടോബർ 31, നവംബർ 1, 2 ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എക്സാം ടിപ്സ് എന്തൊക്കെയായിരിക്കണം, അതുപോലെ തന്നെ റിവിഷൻ, ഫൈനൽ ഡേ നമ്മൾ എല്ലാം ഒന്ന് ഓർക്കുക അല്ലെ. നവംബറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് വരുന്നത്. സോ ഇതും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു PDF തരുന്നത്. സോ താഴെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇത് എടുത്ത് വെച്ച് നമ്മളുടെ ഓരോ ദിവസവും നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഈ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹെക്ടിക് ആയിട്ടുള്ള ജേർണി അല്ല, അല്ലെങ്കിൽ അയ്യോ ഞാൻ പഠിച്ചില്ല, ഇത്രയും സമയം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ദുഃഖത്തിനുള്ള അവസരവുമില്ല. സോ കൃത്യമായി തന്നെ പഠിക്കുക. എൻട്രിയൽ കോഴ്സസ് ഓൾറെഡി തന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ICDSന്റെ ഗ്രാൻഡ് വിജയത്തിന് ശേഷമാണ് നമ്മൾ CDPO കോഴ്സ് എന്ന് പറയുന്ന ലോഞ്ച് ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ CDPO എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായി സാധിക്കട്ടെ. സോ എൻട്രിയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ലഭിക്കുകയുള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.